അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സ്വഹാബി ദുആ ചെയ്യുകയാണ്. സ്വഹാബി ചെയ്ത ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക തമാമൻ നിഅമ. അല്ലാഹുവേ, നിന്നോട് ഞാൻ പൂർണ്ണമായ അനുഗ്രഹത്തെ ചോദിക്കുകയാണ്, അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തെ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക തമാമൻ നിഅമതി, അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തെ നിന്നോട് ചോദിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, അയ്യു തമാമിൻ നിഅമ, നിഅമത്തിന്റെ പൂർത്തീകരണം എന്താണ്? നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? അയ്യു തമാമിൻ നിഅമ, നീ ഉദ്ദേശിക്കുന്ന ആ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം ഏതാണ്? അപ്പോ ആ സ്വഹാബി പറയുകയാണ്, നബിയെ, ഇന്നി അസ്അലുക ഖൈറഹ, ഞാൻ ചോദിച്ചത് നന്മയായ കാര്യങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഖൈറായ കാര്യങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന തമാമൻ നിഅമതി, അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്താണെന്നറിയുമോ? ദുഖൂലൽ ജന്ന, സ്വർഗപ്രവേശനം നേടലാണ്. വൻ നജാത്ത മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യലാണ്. സ്വർഗപ്രവേശനം നേടി നരകത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബഹുമാനികളെ, മൂന്നാമത്തെ പത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അനിവാര്യമായ ഒന്ന് സ്വർഗപ്രവേശനം, നരകമോചനം. നരകമോചനവും സ്വർഗപ്രവേശനവും, ഇതാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായത്. നമ്മുടെ അനുഗ്രഹത്തിന്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥ എന്നുള്ളത് നരകത്തിൽ നിന്നും മോചനം ലഭിക്കുക എന്നതും സ്വർഗപ്രവേശനത്തിന് അർഹത നേടുക എന്നതുമാണ്. ഈ പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി നാം ചോദിക്കേണ്ടതാണ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. തെറ്റുകൂടാതെ പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ അഅ്തിഖ്നി എന്നല്ല, ഏറ്റവും ഭംഗിയായി ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, റബ്ബേ, എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. വഅദ്ഖിൽനിൽ ജന്ന, എന്നെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അതുപോലെ തന്നെ മൂന്നാമത്തെ പത്തിൽ നമുക്ക് പ്രത്യേകം നമ്മൾ ചെല്ലുന്നതായ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം. ഈ ദുആഇന്റെ അർത്ഥം, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫ്വുൻ, തീർച്ചയായിട്ടും നീ മാപ്പാണ്, ധാരാളം മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനുമാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അതുകൊണ്ട് ഈ പാപിയായ അടിമക്ക് നീ മാപ്പ് തരയണമേ. ഫഅഫു അന്നി യാ കരീം, ഔദാര്യവാനായ റബ്ബേ, ഈ സാധുവായ അടിമക്ക് നീ മാപ്പ് നൽകണമേ എന്നാണ് ഇതിന്റെ പ്രാർത്ഥന. ബഹുമാനികളെ, എന്താണെങ്കിലും ഈ പത്തിന് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇനി അടുത്ത വർഷത്തെ റമദാൻ ശരീഫിൽ നമ്മിൽ ആരൊക്കെ ജീവിച്ചിരിക്കും എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് കിട്ടിയതായ ഈ അവസരം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്നത് സ്വർഗപ്രവേശനമാണ്, നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കലാണ്. ആ മഹാസൗഭാഗ്യം നൽകി അല്ലാഹു തആല നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ ശരീഫ് കൊണ്ട് വിജയിക്കുന്നവർ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മറ്റും അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരീക്ഷയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്കെല്ലാം അല്ലാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.